നമസ്കാരം. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ വൻ തുക കണ്ടെടുത്ത സംഭവത്തിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് പാർലമെന്റ് നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. ഡൽഹി തുഗ്ലക് ക്രസന്റിലെ 30-ാം നമ്പർ ഔദ്യോഗിക വസതിയിലെ സ്റ്റോറൂമിൽ നിന്നും കണ്ടെടുത്ത 500 രൂപയുടെ നോട്ടുകെട്ടുകളുടെ ഉറവിടമോ ഉടമസ്ഥതയോ വ്യക്തമാക്കാൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് സാധിച്ചില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള രൂപീകരിച്ച 3-അംഗ അന്വേഷണ സമിതി വ്യക്തമാക്കി. വൻ വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിച്ചു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവത്തിന്റെ വാക്കാലുള്ളതും രേഖാമൂലമുള്ളതുമായ തെളിവുകൾ അടങ്ങിയ 2 വോള്യങ്ങളുള്ള റിപ്പോർട്ടാണ് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത്. 2025 മാർച്ച് 14-ന് രാത്രിയിലാണ് ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടാകുന്നത്. തീയണയ്ക്കാനായി എത്തിയ ഫയർഫോഴ്സ് സേനാംഗങ്ങളാണ് വസതിയിലെ സ്റ്റോറൂമിൽ വൻതോതിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലും അല്ലാതെയും സൂക്ഷിച്ചിരുന്ന 500 രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. സംഭവം വാർത്തയായതോടെ രാജ്യത്തെ ന്യായാധിപന്മാർക്കിടയിൽ വൻ പ്രതിഷേധവും ആശ്ചര്യവും ഉടലെടുത്തു. ഇതിനെ തുടർന്ന് ജഡ്ജിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പാർലമെന്റ് ആരംഭിക്കുകയായിരുന്നു. പണത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജസ്റ്റിസ് വർമ്മ നൽകിയ വിശദീകരണങ്ങൾ പൂർണ്ണമായും തൃപ്തികരമല്ല എന്നാണ് സമിതി വിലയിരുത്തിയത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സുതാര്യതയോ സ്ഥാപനപരമായ ഉത്തരവാദിത്വമോ ഉണ്ടായിരുന്നില്ലെന്ന് സമിതിയുടെ റിപ്പോർട്ടിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അതേസമയം കേസ് അന്വേഷണത്തിലും തെളിവുകൾ സംരക്ഷിക്കുന്നതിലും വൻ വീഴ്ച സംഭവിച്ചതായി പാർലമെന്ററി സമിതിയും ചൂണ്ടിക്കാണിക്കുന്നു. ഔദ്യോഗിക സീൽ വയ്ക്കുന്നതിനോ പരിശോധനകൾ നടത്തുന്നതിനോ മുൻപ് തന്നെ സ്റ്റോറൂമിലെ തെളിവുകൾ മാറ്റപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. വസതിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഇടപെടൽ മൂലം പ്രധാന തെളിവുകൾ നഷ്ടപ്പെട്ടു. ഇതിനു പുറമെ അവിടെ നിന്നും കണ്ടെടുത്ത കറൻസി നോട്ടുകൾ പിന്നീട് കാണാതാവുകയും ലഭ്യമാകാതിരിക്കുകയും ചെയ്തത് വലിയ ദുരൂഹതയെ തുടരുകയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാകുന്നു. എങ്കിലും ജസ്റ്റിസ് വർമ്മ നേരിട്ട് പണം അവിടെ നിന്ന് മാറ്റിയതിന് തെളിവുകളില്ല എന്നും സമിതി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രൂപീകരിച്ച ആഭ്യന്തര അന്വേഷണ സമിതിയും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ഈ പണത്തിന്മേൽ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും മാതൃകോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു. വിവാദം കൊഴുക്കുകയും പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടെ ജസ്റ്റിസ് വർമ്മ തന്റെ പദവി രാജിവെച്ചൊഴിഞ്ഞു. ജഡ്ജി രാജിവെച്ചതോടെ അദ്ദേഹത്തെ പുറത്താക്കുന്നതിനായുള്ള പാർലമെന്റ് ആരംഭിച്ച നിയമ നടപടികൾ സാങ്കേതികമായി അവസാനിച്ചെങ്കിലും നീതിന്യായ വ്യവസ്ഥയിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട അപൂർവ കേസായാണ് ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായാണ് ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ തീ പടർന്നു പിടിച്ചത്. ഈ സമയത്താണ് കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടെത്തുന്നത്. ഒരു ജഡ്ജി നിയമം പാലിക്കേണ്ടുന്ന, നാട്ടിലെ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടുന്ന, നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും അർത്ഥത്തിൽ അതിന് പൂർണ്ണ അർത്ഥം നൽകുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ കള്ളപ്പണം ഒളിപ്പിച്ചിരുന്നത്. എന്തായാലും ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്തായാലും എൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണ്ടെത്തിയ 500 രൂപയുടെ നോട്ടുകെട്ടുകൾ എവിടെ നിന്ന് കണ്ടെത്തി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി എന്ന കാര്യത്തിലൊന്നും വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഡൽഹി ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ വൻ തുക കണ്ടെടുത്ത സംഭവത്തിൽ മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് പാർലമെന്റ് നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്.